ഇതാണ് എൻ്റെ ബുക്ക് ഷെൽഫ്. ഇത് ഒത്തിരി മിനി ബുക്ക് ഷെൽഫാണ്, ഒരുപാട് ബുക്കൊന്നുമില്ല. അത്യാവശ്യം ആദ്യത്തെ 2 റോയൊക്കെ ഫില്ലായിരുന്നു. പിന്നെ കുറേ ഫ്രണ്ട്സ് എല്ലാം കുറേ കൊണ്ടുപോയി, അങ്ങനെ കുറേ മിസ്സായി. പിന്നെ എൻ്റെ തൊട്ടടുത്ത ലൈബ്രറി, അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടാത്ത മാത്രമേ ഞാൻ ഇത് മേടിക്കാറുള്ളൂ. അപ്പം ജസ്റ്റ് ഞാൻ ഇതൊന്നൊക്കെ പരിചയപ്പെടുത്താം. ഇത് ഞാൻ പണ്ടുണ്ടാക്കിയൊരു വീടും ബൈക്കുക. അത്ര ഒത്തിട്ടില്ല, പക്ഷെ ഒരു ഷോയ്ക്ക് വെച്ചതാണ്. അപ്പം ജസ്റ്റ് ബുക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എനിക്ക് ഓഷോയുടെ ബുക്സ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഓഷോയുടെ കളക്ഷനാണ്. 4-5 എണ്ണങ്ങളുണ്ട്, അതൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇല്ല. ഒന്ന് കാണിക്കാം. ഇത് രതി പണം അധികാരം. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ബുക്കൊന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഒഴിഞ്ഞ തോണി, ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടതാണ്. ദ ആർട്ട് ഓഫ് ലിവിങ്, ജീവിക്കുന്നതിൻ്റെ കല. ഈ മോഹൻലാൽ ഓഷോയുടെ വലിയൊരു ഫാനാണ്. അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂലൊക്കെ ശ്രദ്ധിച്ചാൽ മതി, ഓഷോയുടെ ഓരോ കോട്ടൊക്കെ പറയും. പിന്നെ ആത്മബുദ്ധിയുടെ മനഃശാസ്ത്രം. ഈ ഓഷോ പോലെ തന്നെ ഒരു മോട്ടിവേഷൻ ബുക്സിൻ്റെ ഒരു ഇത് എനിക്കുണ്ട്. അന്ന് വായിച്ചാലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ആകത്തുള്ളൂ. അപ്പം എനിക്കൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞപ്പം, ഇക്കിഗായ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ബുക്കാണ്, ജെയിംസ് ക്ലിയറിൻ്റെ. പിന്നെ ആ തവളയെ തിന്ന്, ഇതും നല്ലൊരു ബുക്കാണ്. പിന്നെ ഇംഗ്ലീഷ് ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച ബുക്കാണ് യുവർ ബ്രെയിൻ ഈസ് ഓൾവേസ് ലിസണിങ്. നല്ലൊരു സിമ്പിൾ ലാംഗ്വേജ് എഴുതിയൊരു ബുക്കാണ്, ബ്രെയിൻ ഫങ്ഷനെ കുറിച്ചൊക്കെ. അപ്പം അത് പറയുമ്പം അടുത്ത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. പക്ഷേ ഇത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആകാത്തൊരു ബുക്കാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ടോട്ടലി കിട്ടിയില്ല, മൊത്തത്തിൽ വലിയ ഇഷ്ടപ്പെട്ടത് തോന്നിയില്ല. പിന്നെ വിൻറ്റേജ്, നമ്മുടെ ഷെർലക് ഹോംസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ മേടിക്കുന്ന ബുക്കാണ്. ഇവിടെ ഇംഗ്ലീഷ് ഉള്ളു ഈ ലൈബ്രറി ഷെർലക്കിൻ്റെ, അപ്പോൾ അതിന് മലയാളം വേണമെന്ന് പറഞ്ഞ് മേടിച്ച ബുക്കാണ്. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാമ്പ്, ഹിറ്റ്ലറിനെ എഴുതിയ ബുക്കാണ്. പിന്നെ ഇത് ദുര്യോധനൻ കൗരവംശത്തിൻ്റെ ഇതിഹാസം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. ആനന്ദ് നീലകണ്ഠൻ എഴുതിയ. ദുര്യോധനൻ്റെ സൈഡിൽ നിന്ന് മഹാഭാരതം നമ്മൾ നോക്കിക്കാണും. ഒരു വേറൊരു പെർസെപ്ഷനിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ബുക്കാണ്. ഇത് വില 525 രൂപയാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇപ്പം നല്ലൊരു മൊമെൻറ്റ് കൊണ്ട് നിർത്തിയേക്കുക. ഇനി സെക്കൻഡ് പാർട്ട് വാങ്ങിക്കണം. ഇതേ വിലയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനിങ്ങനെ നിൽക്കുക, അതിനെ അടുത്ത് ഒപ്പിച്ചിട്ടാണോ അത് വാങ്ങിക്കാൻ. പിന്നെ MD നഷ്ടപ്പെട്ട ദിനങ്ങൾ. ഇത് ഇവിടുത്തെ ലൈബ്രറി ഇല്ലായിരുന്നു, അപ്പം ഞാൻ പിന്നെ പുറത്തുനിന്ന് മേടിച്ചു. ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ റിവ്യൂ കണ്ട് മേടിച്ചത്. പിന്നെ OV വിജയൻ്റെ കടൽ തീരത്ത്, ജോർജ് ഓണക്കൂർ സാറിൻ്റെ സമതലങ്ങൾക്കപ്പുറം, ചുള്ളിക്കാട് സാറിൻ്റെ ഹിരണ്യം. ഇതെനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാക്കി ഇച്ചിരി പാടുവിട്ട നോവല, പക്ഷെ ഇഷ്ടപ്പെട്ടു. ഇത് വിത്ത്, ഇഷ്മാകൃഷ്ണൻ്റെ. ഇത് പുള്ളിക്കാരത്തെ എനിക്ക് അയച്ചു തന്നെ. ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം റിവ്യൂ എഴുതും. അപ്പം അത് കണ്ടിട്ട് എനിക്ക് ബുക്ക് എനിക്ക് അയച്ചു തന്നിട്ട് വായിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, അതൊരു ബുക്കാം. പിന്നെ GR ഇന്ദുഗോപൻ്റെ വിലായത് ബുദ്ധ. അറിയാലോ, പടം വരിക പ്രധാനം വെച്ച്. ആ പടം അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ മേടിച്ച ബുക്കാണ്, വായിച്ച് നോക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞോടെ അടുത്തതും ഇന്ദുഗോപൻ സാറിൻ്റെ മേടിച്ചു, ഒറ്റക്കാരുള്ള പ്രേതം. ഇത് 2 നോവലുകളാണ് വരുന്നത്, ഒറ്റക്കാരുള്ള പ്രേതം പിന്നെ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ആൽഫ, TD രാമകൃഷ്ണ സാറിൻ്റെ ആൽഫ. ഞാൻ ആദ്യം മേടിക്കുന്ന ഇട്ടിക്കോര മേടിച്ച്. അത് നല്ല ബുക്കാണ്. അപ്പോൾ ഒരു കസിൻ കൊണ്ടുപോയേക്കുക, എല്ലാവർക്കും അറിയാവുന്നൊരു ബുക്കാണ്. അത് കഴിഞ്ഞ് മേടിച്ചത് ആൽഫ. പിന്നെ പ്രതി പൂവങ്കോഴി, ഇത് ഉണ്ണിയാർ സാറിൻ്റെ. അത് ഞാൻ വായിച്ചില്ല കേട്ടോ, ഇത് വായിക്കണം ഇനി. പിന്നെ ബഷീറും തകഴി. ഇത് 2 ഞാൻ അടുത്ത ലൈബ്രറിയിൽ നിന്ന് എടുത്താൽ. നിങ്ങൾക്ക് ബുക്കിൻ്റെ ഒരു പടുതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും.
ഇത് എടുത്തപ്പോഴേ ചേച്ചിയോട് പറഞ്ഞു മൊത്തം പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചൊന്ന് റെഡിയാക്കാൻ ശ്രമിച്ചു. ഇച്ചിരി പാടുപെട്ടാണ് കേട്ടോ ഇത് വായിച്ചേ. പഴയ ലിപിയാണ്. സമയമെടുത്താലും വായിച്ചു. പിന്നെ ശിങ്കടി മുങ്കൻ. ഇത് ഈ ബഷീറിൻ്റെ ഈ ബുക്ക് എല്ലാവരും കേട്ടോണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊരു ചെറുകഥയാണ് ശിങ്കടി മുങ്കൻ എന്ന് പറഞ്ഞത്. ഇത് ഈ പേര് കേട്ടപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഏതാ ഈ ബുക്കെന്ന്. നല്ലൊരു ബുക്കാണ്, ഒരു ചെറുകഥാ സംഹാരമാണ്. ഇതും ഇനി ഒട്ടിച്ച് വേണം കൊടുക്കാൻ. ഇന്ന് ഇത് രണ്ടും കൊടുക്കണം. കാരണം എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു. 12/5 എടുത്തതാണ് 2 ബുക്കും. ഒരു മാസത്തിൽ 10 ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലേറ്റായി. പിന്നെ ഒരു മാസത്തോളം റീഡിങ്ങും ഒന്ന് മുടങ്ങി. ഇനിയും പോയി നല്ല 2 ചെറിയ ബുക്ക് എടുത്തൊന്ന് ബ്ലോക്ക് ഒന്ന് മാറ്റണം. അതിന് നേരെ ലൈബ്രറിയിലോട്ട് ഇതൊന്ന് ഒട്ടിച്ചിട്ട് ലൈബ്രറിയിലോട്ട്. ലൈബ്രറി ചെന്ന പാടെ ആദ്യം പോയത് ബഷീറിൻ്റെ സെക്ഷനിലോട്ടാണ്. ഇത് ഞാൻ സാധാരണ വരുന്നതുകൊണ്ട് എല്ലാം എവിടെയൊക്കെ ഇരിക്കുന്നത് എനിക്ക് പൊസിഷൻ അറിയാം. ചെന്നപാടെ അവിടെ നിന്ന് ചെറിയൊരു ബുക്ക് എടുത്തു. അനർഘ നിമിഷം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസമായിട്ടൊരു റീഡേഴ്സ് ബ്ലോക്ക് ആയതുകൊണ്ട് ബഷീറിൻ്റെ ഒരു ചെറിയ ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും നല്ലൊരു മരുന്നാണ് അതിന്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തകഴിയുടെ ബുക്സ്, MTയുടെ ബുക്ക്. തകഴിയുടെ ബുക്ക് ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ പഴയ ഒരു കോപ്പി ഇരിക്കുന്നുണ്ട്. ചുമ്മാ ഒരു കൗതുകം കൊണ്ട് എടുത്ത് നോക്കിയതാണ്. നോക്കിയപ്പം ചെമ്മീൻ പണ്ടത്തെ കോപ്പി കേട്ടോ. 59 രൂപ എങ്ങാണ്ട് വില വരുമ്പോഴുള്ള കോപ്പിയാണ്. പുറമൊക്കെ മൊത്തം പോയിരിക്കുക. ഞാൻ കഴിഞ്ഞ വട്ടം വരുമ്പോൾ ഇത് കണ്ടില്ല. അതല്ല, ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ. പുറത്ത് നല്ല മഴയാണ്, കറണ്ടുമില്ല. അതാ ഞാൻ പുറത്തുനിന്ന് എടുക്കാൻ. പിന്നെ മൊത്തം ഒന്ന് കാണിക്കുന്നത് വിചാരിച്ചാൽ വെട്ടം കുറവാണ്, കറണ്ടില്ലാത്തതുകൊണ്ട്. പിന്നെ ഇത് പക്ഷേ ഇച്ചിരി ഇടുങ്ങിയതുവാ. എന്നാലും പക്ഷേ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്. ഇപ്പം MTയുടെ ബുക്സ്, മാധവക്കുട്ടിയുടെ, ബഷീറിൻ്റെ, തകഴിയുടെ, ഇതെല്ലാം ഓതേഴ്സിൻ്റെ എല്ലാം സെപ്പറേറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുകഥകൾ, കവിതകൾ, പുരാണങ്ങൾ, ഓഷോ ബുക്സ്, യാത്രാവിവരണങ്ങൾ, ഹാസ്യബന്ധുക്കൾ, അങ്ങനെ പിന്നെ എല്ലാത്തിനും നോവൽസിന് ഏതാണ്ട് 2-3 സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പഠനങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MTയുടെ അസുരവത്ത് കണ്ണിപ്പെട്ടത്. എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബുക്കിൻ്റെ വലുപ്പം കണ്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, വായിക്കാതിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ ബുക്ക് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ബുക്ക് തപ്പി കണ്ടുപിടിച്ചെടുത്തു. അത് കാണിക്കാം. അങ്ങനെ കുറേ തപ്പിക്കഴിഞ്ഞ് നമുക്ക് 2 ബുക്ക് കിട്ടി. ബഷീറിൻ്റെ അനർഘ നിമിഷം, CV ബാലകൃഷ്ണൻ്റെ ലൈബ്രറിയൻ. ഇത് രണ്ടുമാണ് നമ്മളെടുത്തത്. 2 ചെറിയ ബുക്ക് കേട്ടോ. ഈ ഒരു മാസത്തെ ഒരു വായന ഗ്യാപ്പ് വന്നതുകൊണ്ട് ചെറിയ 2 ബുക്ക് ഞാൻ തുടങ്ങാൻ വിചാരിച്ചു. ലൈബ്രറി ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇതിനു മുമ്പ് ആരും എടുത്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. പിന്നെ അനർഘ നിമിഷം കഴിഞ്ഞ വർഷം ആരും എടുത്തിട്ടുണ്ട്. 24 എടുത്തിട്ടുണ്ട്. അതിനിപ്പം പിന്നെ ഞാൻ ഇത് പണ്ടത്തെ കോപ്പി കേട്ടോ. ഈ അനർഘ നിമിഷം ഇത് 88-ൽ അടിച്ച കോപ്പിയാണ്. അന്നത്തെ വില ഉണ്ടോ 10 രൂപ ഉള്ളായിരുന്നു. അന്നത്തെ 10 രൂപ. അപ്പം ഇത് രണ്ടും എടുത്തിന്. ഇത് രണ്ടും വായിക്കണം. അപ്പം നിങ്ങളെ എൻ്റെ മിനി ബുക്ക് ഷെൽഫ് കാണിച്ചു. പിന്നെ അടുത്തുള്ള ലൈബ്രറിയുടെ ബുക്ക് എടുക്കുന്ന ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ കേട്ടോ. അത് രണ്ടും കാണിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.